കർത്തൃദിനം, ശ്രേഷ്ഠദിനം, ആരാധനക്കു വിശുദ്ധദിനം. ഹല്ലേലൂയ ഗാനം ചൊല്ലി ഹൃദയങ്ങൾ വാഴ്ത്തിടാം. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയ സ്നേഹിതരെ, വിശുദ്ധമായ വലിയ നോമ്പിലേക്ക് നാം പ്രവേശിച്ചിട്ട് ഒരാഴ്ച പിന്നിടുന്നു. ഇന്നേ ദിവസം ഒരു ചെറിയ ചിന്ത നിങ്ങളുമായിട്ട് പങ്കിടാം എന്നാഗ്രഹിക്കുന്നു. വിശുദ്ധനായ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 12-ാം വാക്യം ഇപ്രകാരം പറയുന്നു: മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്കും ചെയ്യുവിൻ. യേശു തമ്പുരാൻ അരുളി ചെയ്ത വാക്ക്. ഇതൊരു അനുഗ്രഹീതമായ ആജ്ഞയാവും. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്കൊന്ന് ചിന്തിക്കണ്ടേ? നമ്മുടെ പരസ്പര വർത്തമാന രീതിയിൽ നാം ആചരിക്കേണ്ട ഒരു പൊതു പ്രമാണമത്രേ നമ്മുടെ പരമരക്ഷകൻ ഇവിടെ ഉപദേശിക്കുന്നത്. നമ്മുടെ താല്പര്യങ്ങൾ പോലെ തന്നെ മറ്റുള്ളവരുടെ താല്പര്യങ്ങളെയും നാം കരുതണം. നമ്മെപ്പോലെ തന്നെ നമ്മുടെ അയൽവാസികളെ പറ്റിയും നാം ചിന്തിക്കണം. ഇപ്രകാരം വർദ്ധിക്കുന്നതിന് നമുക്ക് സാധിക്കുമോ? അതിന് നാം ശ്രമിക്കുന്നുണ്ടോ? മറ്റുള്ളവരോടുള്ള നമ്മുടെ മനസ്ഥിതിയെ അളക്കുന്ന ഒരു മാനദണ്ഡമത്രേ ഈ ആജ്ഞയിലെ ആശയം. മറ്റു മനുഷ്യരിൽ ഒരുവൻ എൻ്റെ സ്ഥാനത്തും ഞാൻ അയാളുടെ സ്ഥാനത്തും ആയിരുന്നാൽ അയാൾ എന്നോട് എങ്ങനെ വർത്തിക്കണം? ഈ ചോദ്യം നാം നമ്മോട് തന്നെ ചോദിക്കണം. ഈ പ്രമാണ ആചരണം സാഹസ വാക്കുകളിൽ നിന്നും സാഹസ പ്രവൃത്തികളിൽ നിന്നും നമ്മെ പിന്തിരിപ്പിക്കും. സകല സ്വാർത്ഥതയെയും നമ്മിൽ സംഹരിക്കും. സകല വളവുകളെയും നിവർക്കും. മറ്റുള്ളവരെ ബഹുമാനിക്കുവാൻ അത് നമ്മെ പഠിപ്പിക്കുകയും ചെയ്യും. ഈ വാക്യം എല്ലായ്പ്പോഴും നമ്മുടെ ചെവികളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കട്ടെ. അതിനെ നമുക്ക് അനുസരിക്കുവാൻ സാധിക്കട്ടെ. പല അകൃത്യങ്ങളിൽ നിന്നും പരദൂഷണങ്ങളിൽ നിന്നും അത് നമ്മെ കാക്കും. എല്ലാവരുടെയും എത്ര തന്നെ താണവരുടെയും നന്മയ്ക്കായി ജീവിക്കുന്നതിന് അത് വേണ്ടുന്ന പ്രചോദനം നമുക്ക് നൽകും. നമ്മുടെ നന്മയിൽ എല്ലാവരും തൽപരരായിരിക്കണമെന്ന് നാം കാംക്ഷിക്കുന്ന പോലെ തന്നെ മറ്റുള്ളവരുടെ നന്മയ്ക്കായും നാം കാംക്ഷിക്കേണ്ടതാവും. ഈ നരകലോകം നിനക്ക് സ്വർഗ ലോകമായി രൂപാന്തരപ്പെടും. കുടുംബങ്ങളിൽ, വിദ്യാലയങ്ങളിൽ, സ്ഥാപനങ്ങളിൽ, സമുദായങ്ങളിൽ, സഭയിൽ എന്ന് വേണ്ട എവിടെയും കാണുന്ന അസ്വസ്ഥതകൾക്കും കലഹങ്ങൾക്കുമുള്ള സിദ്ധൌഷധം ഇത് മാത്രമാണ്. ഇത് അനുഭവിച്ചാൽ അതിൻ്റെ ഗുണം നമ്മിൽ വ്യാപരിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ചെയ്യപ്പെടും. നമ്മുടെ അനുനിമിഷ സംസാരത്തിൽ ഈ വാക്യം പാലിക്കാമെങ്കിൽ നാം ധന്യരാകും. എന്തെന്നാൽ വാക്കുകളുടെ പെരുപ്പത്തിൽ ലംഘനം ഉണ്ടെന്നാവുമല്ലോ മഹാജ്ഞാനിയായ ശലോമോൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ അനുഭവം മിക്കപ്പോഴും അങ്ങനെയല്ലയോ? ഇതരർ നമ്മെക്കുറിച്ച് ദൂഷണങ്ങൾ പറയരുത് എന്നല്ല, ഭൂഷണങ്ങൾ പറയണം എന്ന് നാം അഭിലഷിക്കുന്നു. അവരെക്കുറിച്ച് നാം ഭൂഷണങ്ങളല്ലാതെ ദൂഷണങ്ങൾ സംസാരിക്കാതിരിക്കുവാൻ സൂക്ഷിക്കേണ്ടതും അല്ലേ? പ്രിയമുള്ളവരെ, മനുഷ്യൻ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്കും ചെയ്യുവിൻ. കാരുണ്യ പ്രവൃത്തികളിലേക്കും ഈ ആജ്ഞ നമ്മെ ഉത്സാഹിപ്പിക്കേണ്ടതാവും. നമ്മേക്കാൾ ഉയർന്നവർ നമ്മോട് കാരുണ്യപൂർവ്വം വർത്തിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ അപ്രകാരം നമ്മേക്കാൾ താണവരോട് നാമും വർത്തിക്കേണ്ടതാണ്. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ എന്നോ അതിന് തുല്യമായ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ നാം അർപ്പിക്കുമ്പോൾ ഓർത്തുകൊള്ളുക, സഹായാർത്ഥം ഇന്ന് എൻ്റെ അടുക്കൽ വന്ന ദുഷ്ടതക്കാർക്ക് ഞാൻ എന്തു ചെയ്തു? സാധുക്കളെ കേവലം വ്യർത്ഥമായിട്ടാണ് ഞാൻ അയച്ചതെങ്കിൽ മേൽപ്രകാരമുള്ള പ്രാർത്ഥനകൾ ഉയരത്തിലേക്ക് ഉയരുമോ? കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവരുടെ മേൽ കരുണയുണ്ടാകുമെന്ന് മെശിഹാ തമ്പുരാനും. നന്മ ചെയ്യുവാൻ നിനക്ക് പ്രാപ്തിയുള്ളപ്പോൾ അത് അർഹിക്കുന്നവർക്ക് ചെയ്യാതിരിക്കരുത് എന്ന് ശലോമോൻ രാജാവും പറഞ്ഞിട്ടുള്ളത് നാം ഓർത്തുകൊള്ളുക. എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ, അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും. അതെ, ഈ വിശുദ്ധമായ നോമ്പിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഈ നാളുകളിൽ നമുക്ക് നമ്മിലേക്ക് തന്നെ ഒന്ന് നോക്കിക്കൊണ്ട്
ഈ വാക്യം നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് അനുഗ്രഹീതരാകുവാൻ നമുക്കൊന്ന് പരിശ്രമിക്കാം. ദൈവം അതിനു വേണ്ടുന്ന കൃപകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ചൊരിഞ്ഞു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജോൺ ബോൾ കോറപ്പിസ്കോപ്പ അച്ഛൻ.